നമസ്കാരം കൂട്ടുകാരെ. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഇന്ന് 26 ജൂണിന് ഞാൻ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പുഴയുടെ വീഡിയോ പകർത്തുന്നതിനിടയിൽ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടൊരു ഇൻസിഡൻ്റാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. അതായത് ശക്തമായ മഴയെ തുടർന്ന് കൊട്ടിയൂർ ക്ഷേത്രത്തിലെ പുഴയിൽ വളരെ ക്രമാതീതമായി ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. അതിനെ തുടർന്ന് ക്ഷേത്ര അധികൃതർ ഇടവിട്ട് അനൗൺസ് ചെയ്യുന്നുണ്ട്, ഭക്തരാരും നദിയിലേക്ക് ഇറങ്ങരുത്, കുളിക്കരുതെന്നുള്ളത്. അപ്പോൾ നമ്മൾ ന്യൂസിലും മറ്റും കണ്ടിട്ടുണ്ട് കൊട്ടിയൂർ ക്ഷേത്രത്തിൽ 2 പേരെ ഒഴുക്കിൽ കാണാതായിട്ടുണ്ടെന്നുള്ളത്. അതുപോലെ തന്നെ ഇന്നും ഒരാൾ ഒഴുക്കിൽപ്പെട്ട് കാണാതായിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം മനസ്സിലാക്കിയിട്ടും ഇതെല്ലാം അറിഞ്ഞിട്ടും എന്ത് കെയർലെസ് ആയിട്ടാണ് ആ ചേട്ടൻ ആ പുഴയിലിറങ്ങി കുളിക്കുന്നത്. നമ്മളുടെ ജീവൻ നമ്മളല്ലേ രക്ഷിക്കേണ്ടത്. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും എന്തുമാത്രം കുത്തൊഴുക്കാണ് ആ നദിയിലെന്നുള്ളത് വീഡിയോ കണ്ടാൽ മനസ്സിലാവും. ഇത് കണ്ടിട്ട് പോലും ആ ചേട്ടൻ എന്ത് കെയർലെസ് ആയിട്ടാണ് ആ നദിയിലിറങ്ങിയത്. രാവും പകലും മഴ നനഞ്ഞും വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ക്ഷേത്ര പരിപാലകരും അതുപോലെ തന്നെ സെൽഫ് ഗാർഡുകളും നമുക്ക് വേണ്ടി സർവീസ് ചെയ്യുന്നത്. അപ്പോൾ ജസ്റ്റ് അതിനെ നമ്മൾ റെസ്പെക്റ്റ് ചെയ്യുക. ദയവ് ചെയ്ത് ക്ഷേത്രത്തിൽ വരുന്ന ആരും നദിയിൽ ഇറങ്ങരുത്, കുളിക്കരുത്. നമ്മളുടെ ജീവൻ നമ്മളുടെ കയ്യിലാണ്. എത്ര വിദഗ്ധരായിട്ടുള്ള